പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കമ്പനി ലോ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ 10 സബ്ജക്റ്റിൽ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് കമ്പനി ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ക്ലാസ്സുകളാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ക്ലാസ്സുകളെല്ലാം നല്ല രീതിയിൽ എല്ലാവരും കാണുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. ക്ലാസ്സുകൾ ഓരോ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ കഴിയുമ്പോഴും നമ്മൾ എക്സാം സീരീസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. എക്സാമുകളൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പനി ലോ ആണ് ആദ്യം നോക്കുന്നത്. എന്താണ് കമ്പനി ലോ? നമ്മൾ പണ്ട് ബികോമിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊരു കമ്പനി ഇന്ത്യയിൽ വരണമെന്നുണ്ട് വെച്ചെങ്കിൽ കുറച്ച് നിയമങ്ങൾ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത് അതെല്ലാം അനുസരിച്ചുകൊണ്ടാണ് നമ്മൾക്കൊരു കമ്പനി നമ്മുടെ നാട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തുടങ്ങാനായിട്ട് സാധിക്കുള്ളൂ. സോ അങ്ങനെ ഒരു കമ്പനി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിച്ചു വെച്ചിട്ടുള്ള നിയമങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, കമ്പനി ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കമ്പനി ലോ എന്നുള്ളതിലേക്ക് പോകുന്നതിനായിട്ട് മുന്നേ നമുക്ക് എന്താണ് കമ്പനി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് പഠിക്കാം. A company is a form of business organization created by law having a separate legal entity, perpetual succession and limited liability of its members. ശ്രദ്ധിക്കാം, കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ആരാണ്? ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വസ്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹാവിങ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഇതിന് എന്തുണ്ടെന്നാണ് പറയണത്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടെന്നാണ് പറയണത്. അതായത് നമുക്കറിയാം, ഇപ്പം ഞാനൊരു കമ്പനി തുടങ്ങുകയാണ്, ABC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഞാൻ തുടങ്ങുകയാണെന്ന് വെച്ചെങ്കിൽ, ഇപ്പം ലിബിൻ എന്നുള്ള വ്യക്തിയായിട്ടുള്ള ഞാനും ABC കമ്പനി എന്ന് പറയുന്നത് വേറൊരാളുമായിട്ടായിരിക്കും അവിടെ എന്തായിട്ടുണ്ടായിരിക്കുക, ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. അതായത് ഇതിനൊരു കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും കേസും കാര്യങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ ആർക്കും കേസ് കൊടുക്കാനായിട്ട് പറ്റില്ല. ആരുടെ പേരിലാണ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ? ABC ലിമിറ്റഡിൻ്റെ പേരിലേ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ദാറ്റ് മീൻസ് ഞാനും കമ്പനിയും എന്നുള്ളത് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ആ കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു നിയമപരമായിട്ടുള്ള വ്യവസ്ഥ ഉണ്ടായിരിക്കും കമ്പനിക്കെതിരെ കേസ് കൊടുക്കാനായിട്ടുള്ള ഒരു. പക്ഷെ കമ്പനി കൺട്രോൾ ചെയ്യണ സത്യത്തിൽ ആരായിരിക്കും? ഞാനായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ ലീഗൽ എൻറ്റിറ്റി ആയിട്ട് അവിടെ എന്തുണ്ടായിരിക്കുക, ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പം എന്താ, ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെച്ചോളണം. പിന്നെ പറയുന്നുണ്ട് ഇതൊരു എന്താണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണെന്നുള്ളതും കൂടി എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെച്ചോളണം. ഇനി അടുത്താണ് പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? പെർപ്പച്വൽ സക്സഷൻ. എന്താ പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതെന്തുണ്ട്, പെട്ടെന്നൊന്നും എന്തില്ലടാ നമ്മൾ നിർത്തിപ്പോവില്ല എന്നാ പറയുന്നത്. പെർപ്പച്വൽ സക്സസ് എന്ന് പറഞ്ഞാൽ ഇതൊരു നിലനിന്നുകൊണ്ട്, അതായത് കുറേ കാലങ്ങൾക്ക് സക്സീഡ് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയണത് ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിലത്തെ ആൾക്കാർക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടായിരിക്കും. അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിനൊക്കെ ലിമിറ്റഡ് ലയബിലിറ്റി. എന്താ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പണ്ടൊക്കെ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനീസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടുതലും നമ്മുടെ ഈ ഒരു 2013 കമ്പനീസ് ആക്ട് ഒക്കെ വന്നതോടുകൂടി ഇവിടെ കൂടുതലും നമുക്ക് എന്താണ്, ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനീസുകളാണ് കൂടുതൽ. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡർ ഇത്ര ഷെയർ ആണോ അവർ വാങ്ങുന്നത്. ഇപ്പം ഒരു കമ്പനിയുടെ മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ ആൾക്കാർ ഉണ്ടായിരിക്കും അല്ലേ. മെമ്പേഴ്സ് അത് എങ്ങനെയാണ് മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, അതൊക്കെ മെമ്പേഴ്സാന്ന് വിചാരിക്കുക. അപ്പം ഇവരെല്ലാവരും ഷെയറുകൾ വാങ്ങിയിട്ടുണ്ടായിരിക്കും. ഇയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 lakh ഷെയർ വാങ്ങാം, ഇയാളൊരു 10,000 ഷെയർ വാങ്ങാം, ഇയാളൊരു 500 ഷെയർ വാങ്ങാം, അങ്ങനെ ഇയാൾക്ക് 100 ഷെയർ വാങ്ങാം, ഇയാൾ 200 ഷെയർ വാങ്ങാം. ഇങ്ങനെ ഓരോരുത്തരും ഡിഫറെൻറ്റ് ഷെയർസുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എത്ര ഷെയർസ് ആണോ ഓരോരുത്തരും വാങ്ങിയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ലൈബിലിറ്റി ആ കമ്പനിക്ക് എന്തുണ്ടാവും, ആ കമ്പനിയോട് അവർക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കമ്പനി തകർന്നു പോവാണ്, ഡിസൊല്യൂഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ അതെന്താ വൈൻഡിങ് അപ്പ് ചെയ്യാനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾക്ക് ലൈബിലിറ്റി, നമുക്ക് ബാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു തീർക്കണം. അപ്പോൾ ഇതിലത്തെ മെമ്പേഴ്സിന് അവരവരുടെ ഷെയർ എത്രയാണോ ആ കമ്പനിയിലുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ലൈബിലിറ്റി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത് ലിമിറ്റഡ് ലൈബിലിറ്റി ഓഫ് ഇറ്റ് മെമ്പേഴ്സ് എന്നുള്ളത് പറയണം. ഇപ്പോൾ സിമ്പിളായിട്ട് കുറേ പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ലീഗൽ എൻറ്റിറ്റി ആണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആണ്. ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പെർപ്പച്വൽ സക്സഷൻ ഉണ്ട് ഇവിടെ. ദെൻ ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആണ് അവിടെ ഉള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വയ്ക്കാം.
ക്ലിയർ ആണല്ലോ. നോക്കാം, ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. പിന്നെ അതിനെ പറ്റിയിട്ട് പിന്നെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ ലോ ആണ്, കേപ്പബിൾ ഫോർ ഓണിങ് പ്രോപ്പർട്ടി. ഇത് ബിസിനസ് സ്ഥാപനത്തിന് എന്ത് ചെയ്യാം, സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ എൻ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട്. ഈ ബിസിനസ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ ABC ലിമിറ്റഡും ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തിയും, സംഭവം എൻ്റെ കമ്പനി ആണെങ്കിൽ ABC ലിമിറ്റഡിന് സ്വന്തമായിട്ട് അസറ്റുകൾ പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ABC ലിമിറ്റഡിൻ്റെ പേരിൽ മറ്റുള്ള ആൾക്കാരുമായിട്ടോ മറ്റുള്ള ഓർഗനൈസേഷനുമായിട്ടോ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയണത് സാധിക്കും. അതാ പറഞ്ഞത് എൻ്ററിങ് ഇൻ ടു കോൺട്രാക്ട്, സ്യൂയിങ് ആൻഡ് ബീയിങ് സ്യൂഡ് ഇൻ ഇറ്റ്സ് ഓൺ. എന്താ സ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കുക അല്ലേ. സ്യൂ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, കോടതിയിലൊക്കെ നമുക്ക് വേണമെന്നൊക്കെ അവർക്കെതിരെ പരാതി കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതാണ് സ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്യൂയിങ് ആൻഡ് ബീയിങ് സ്യൂഡ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. അപ്പോൾ എന്തെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഞാനാണത് നടത്തുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പനിയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പേരിലാണ് കേസ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ കേസ് കമ്പനിയുടെ പേരിലാണ് അവിടെ നിലനിൽക്കുക. പേഴ്സണലി എൻ്റെ പേരിലല്ല, അത് കമ്പനിയുടെ കോടതിയിൽ രജിസ്റ്റർ ആവുക. സോ അതാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ആണ്, കേപ്പബിൾ ഓഫ് ഓയിങ് പ്രോപ്പർട്ടി, അതുപോലെ എൻ്ററിങ് ഇൻ ടു കോൺട്രാക്ട്, സൂയിങ് ആൻഡ് ബീയിങ് സൂഡ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ഇനി ചുമ്മാ ഡെഫിനേഷൻ പറയുന്നുണ്ട്. നമ്മുടെ കമ്പനീസ് ആയിട്ട് നിലവിലുള്ള കമ്പനീസ് ആയിട്ട്, ഇത് മറക്കരുത്, കമ്പനീസ് ആയിട്ട് ഇപ്പോൾ 2013 കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഡെഫിനിഷൻ ആണ് പറയുന്നത്. കമ്പനി എന്ന് പറഞ്ഞുള്ള ഡെഫിനിഷൻ ശ്രദ്ധിക്കണം. കമ്പനി എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ഏത് സെക്ഷനിലാണെന്ന് ഇടയ്ക്ക് എടുത്ത് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാറുണ്ട്. ആസ് പെർ ദി സെക്ഷൻ 2 clause 20 ആണ്, മറക്കരുത്. ആസ് പെർ ദി സെക്ഷൻ 2 clause 20 ഇതെന്ന് പറയുന്നത് എന്തിനെ പറ്റി പറയുന്നത്, കമ്പനീനെ പറ്റിയിട്ട് പറയുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ ആണല്ലോ. നമുക്ക് നോക്കാം എന്താ പറയുന്നത്. കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് അണ്ടർ ദി പ്രീവിയസ് കമ്പനീസ്. ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനി മീൻസ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട്. അതായത് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അണ്ടർ, ഈ കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ ഈ പറയുന്ന നിയമങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് കമ്പനി എന്ന് വിളിക്കാം. ഇനി ഈ കമ്പനീസ് 2013 തന്നെ ആവണമെന്നില്ല, ഇതിന് മുന്നേയും കുറേ കമ്പനി ലോസുകൾ വന്നിട്ടുണ്ട്. ആ കമ്പനി ലോ പ്രകാരം പ്രവർത്തിക്കുന്ന കമ്പനികളാണെന്നുണ്ടെങ്കിലും അതിനെന്തെന്ന് വിളിക്കാം, കമ്പനി എന്ന് വിളിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡെഫിനിഷനാണ് പറയണത്. ആസ് പെർ ദി സെക്ഷൻ 2 clause 20 കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട്. ഏത് ആക്ട്, കമ്പനീസ് ആക്ട് 2013. അല്ലെങ്കിൽ ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനീസ് ലോ, ഇതിന് മുന്നേയുള്ള ഏതെങ്കിലും പ്രീവിയസ് ലോയിലായാലും മതി. ക്ലിയർ ആണല്ലോ മക്കളെ. ഓക്കെ, ഇനി നമുക്ക് നോക്കാടാ എന്തൊക്കെയാണ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. ഓൾറെഡി എല്ലാ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പോൾ നമ്മൾ ആ ഡെഫിനേഷനും മീനിങ്ങും പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഒന്ന് ഓടിച്ച് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ, ഇൻകോർപ്പറേറ്റ് അസോസിയേഷൻ അല്ലേ. നമ്മളെന്താ ഏതുമായിട്ട്, നമ്മളൊരു കമ്പനി ലോ ഉണ്ടായിരിക്കും, ആ ലോയുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ എന്തുണ്ടായിരിക്കുക, ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കൊരു കമ്പനീനെ എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ്. എ കമ്പനി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺലി ആഫ്റ്റർ രജിസ്ട്രേഷൻ അണ്ടർ ദി കമ്പനീസ് ആക്ട്. ഒരു കമ്പനി വരണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ 2013 കമ്പനീസ് ആക്ട് പ്രകാരം നമ്മളവിടെ എന്ത് ചെയ്യണം, അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമേ നമുക്ക് കമ്പനി എന്ന് പറയാൻ സാധിക്കുള്ളൂ. നോക്കാം, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഇവിടെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. ABC ലിമിറ്റഡും ലിബിനും വെച്ചിട്ട് നമ്മൾ വ്യക്തമായി പറഞ്ഞു, ഇതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ദ കമ്പനി ഈസ് എ ഡിസ്റ്റിങ്സ് ഫോം ഓഫ് എ മെമ്പർ. ഇറ്റ് ക്യാൻ ഓൺ പ്രോപ്പർട്ടി, ഇതിനെന്തുണ്ട്, സ്വന്തമായ പ്രോപ്പർട്ടി ഉണ്ട്. ആൻഡ് സ്യൂഡ് ഇറ്റ്സ് ഓൺ നെയിം, കേസും പരാതികളൊക്കെ ഒറ്റ ആ ഒരു പേരിൽ തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ നേരത്തെ പറഞ്ഞു ലിമിറ്റഡ് ബൈ ലയബിലിറ്റി, ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മെമ്പേഴ്സ് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദി എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദെയർ ഷെയർസ്. എത്രയാണ് അവർ പേ ചെയ്തിട്ടുള്ളത്, അൺപെയ്ഡ് അല്ല, ഇവിടെ പെയ്ഡ് ആണ് കേട്ടോ, കറക്റ്റ് ചെയ്യുക. എത്ര രൂപയാണ് അവർ പേ ചെയ്തിട്ടുള്ളത് ഷെയർസിന്, അതിനനുസരിച്ചായിരിക്കും അവരുടെ ലയബിലിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. പെർപ്പച്വൽ സക്സഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ കമ്പനി കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഡിസ്പീറ്റ് ഡെത്ത്, ഇൻസോൾവൻസി ഓർ റിട്ടയർമെൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. നമ്മൾ ഈ കമ്പനി എന്ന് പറയുന്നത് നമ്മളിപ്പോഴും ഒരു ലോങ് ടൈം എന്നതിലേക്ക് നിലനിൽപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി നമുക്ക് എന്താ വേറെ വല്ല കേസ് നമുക്ക് എന്തൊക്കെ വരികയാണ്, ഡെത്ത് സംഭവിക്കുകയാണ്, മെമ്പേഴ്സിന് ഡെത്ത്, അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആയിരിക്കുക, റിട്ടയർമെൻ്റ് ആയിരിക്കുക, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യും, നിർത്തിപ്പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ അതിനൊരു പെർപ്പച്വൽ സക്സഷൻ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നുള്ളതാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇല്ലടാ, ഈ 2013 ആക്ട് വന്നപ്പോൾ ഇത് ഓപ്ഷണലായി, ഇത് വേണം, ഇത് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല, എല്ലാ കമ്പനികൾക്കും കോമൺ ആയിട്ട് സീൽ വേണം എന്നുള്ളത് ഇപ്പോൾ ഇല്ല, പക്ഷെ പണ്ട് അതുണ്ടായിരുന്നു. അതാണ് പറയുന്നത്, ആക്ട് ആസ് എ കമ്പനി ആർ ഒതൻറ്റിക്കേറ്റഡ് യൂസിങ് ഒഫീഷ്യൽ സീൽ. എന്താ ഒഫീഷ്യൽ സീലൊക്കെ യൂസ് ചെയ്യണം.
നൗ ഓപ്ഷണൽ അണ്ടർ ദി 2013 ആക്ട്. 2013 ആക്ടിൽ ഇതിനെ പറ്റിയിട്ട് ഓപ്ഷനിലാണ്, ഇതില്ലാന്നുണ്ടെച്ചെങ്കിലും കമ്പനിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കാം, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. എന്താ പറയുന്നത്? ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ് പറയുന്നത്. അവിടെ നോക്കണം, ഇത് കുറച്ച് ഗ്യാപ്പ് ഇട്ട പോയിന്റ് എടുക്കണം കേട്ടോ. ഇതാണ് പോയിന്റ് കേട്ടോ, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഇവിടെ ഒരു ലൈൻ ഉണ്ട് കേട്ടോ, ഇവിടെ വിട്ടുപോയതാണ്. ഇതാണ് ലൈൻ കേട്ടോ. ഷെയർസ് ഓഫ് പബ്ലിക് കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫർ. നമുക്കറിയാം പബ്ലിക് കമ്പനികളുടെ ഷെയർസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് വിറ്റ് കളയാമെന്ന്. അപ്പോൾ എനിക്ക് ഞാനൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടുണ്ട്, അത് എനിക്കിപ്പോൾ ആവശ്യമില്ല, എനിക്ക് പൈസയ്ക്ക് ആവശ്യം വെച്ചെങ്കിൽ എനിക്കത് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിറ്റ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അത് സോ ഷെയർസ് എന്താണെന്ന് പറയുന്നത് ട്രാൻസ്ഫറബിൾ ആണ്. പിന്നെ പറഞ്ഞത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ABC ലിമിറ്റഡും പിന്നെ ഞാനാണ് നടത്തുന്നതെന്ന് വെച്ചെങ്കിൽ സോ അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഇതിനെ കൺട്രോൾ ചെയ്യണതൊക്കെ നമ്മൾ തന്നെയായിരിക്കും. ഓക്കെ, ദ കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ ബട്ട് നോട്ട് എ നാച്ചുറൽ വൺ. ഇറ്റ് ആക്ട്സ് ത്രൂ ഡയറക്ടേഴ്സ് ആയിരിക്കും ആ കമ്പനിയിൽ എന്തുണ്ടായിരിക്കാം, ഫുള്ള് കൺട്രോളും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്നുള്ളത് നോക്കിയാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ഫീച്ചർ എന്താണ്? ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്, കോമൺ സീൽ എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ഉണ്ട്, ദെൻ ആർട്ടിഫിഷ്യൽ ഓഫ് പേഴ്സൺ ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? നോക്കാം, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഡെഫിനിഷൻ ഓഫ് കമ്പനി ലോ. ഇനി നമ്മൾ എന്താണ് ഇത്ര നേരം നമ്മൾ കമ്പനി എന്താണ്, കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കമ്പനി ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എന്ത് ചെയ്യാടാ, ഒന്ന് പഠിച്ചു നോക്കിയാലോ? നോക്കാം, കമ്പനി ലോ ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് ലോ വിച്ച് ഗവേൺസ് ദി ഫോർമേഷൻ, മാനേജ്മെന്റ്, ഫിനാൻസിങ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനീസ്. കമ്പനി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമവ്യവസ്ഥയാണ്. ഈ നിയമം എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? കമ്പനിയുടെ ഫോർമേഷന്, അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഫിനാൻസ് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങൾ, ഇനി അത് തകർന്നു പോയാൽ, ഡിസൊല്യൂഷനായി പോയാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് ആ സമയങ്ങളിൽ ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായി പറയുന്ന നിയമങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, കമ്പനി ലോ എന്ന് പറയുന്നത്. ഇറ്റ് ലേ ഡൗൺ റൂൾസ് റിഗാർഡിങ്. ഇതിൽ എന്തൊക്കെ റൂൾസ് ആണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീസ്. ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഏതൊരു കമ്പനിയാണെന്ന് വെച്ചാൽ ഈ ആക്ട് പ്രകാരം, ഈ ലോ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഇൻകോർപ്പറേഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഡയറക്ടർ. ഒരു ഷെയർ ഹോൾഡർ ആയാലും അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആയാലും അവർക്ക് എന്തൊക്കെ റൈറ്റുകളുണ്ട്, അവകാശങ്ങളുണ്ട്, എന്തൊക്കെ ചുമതലകൾ, എന്തൊക്കെ ഡ്യൂട്ടീസ് അവർക്കുണ്ട് എന്നുള്ളത് വ്യക്തമായി പറയുന്നത് ആരാണ്? കമ്പനി ലോയാണ്. പിന്നെ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നത് ആരായിരിക്കും? പറയുന്നത് നമ്മുടെ കമ്പനി ലോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അക്കൗണ്ട്സ്, ഓഡിറ്റ്, ഒരു കമ്പനിയിലെ അക്കൗണ്ട്സ് എങ്ങനെയായിരിക്കണം, അവിടുത്തെ ഓഡിറ്റ് വർക്കുകൾ എങ്ങനെ ചെയ്യണം, അതുപോലെ മീറ്റിംഗ്സുകൾ എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതെല്ലാം കമ്പനി ലോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മെർജർ വരികയാണെന്നുണ്ടെങ്കിൽ, മെർജർ എന്ന് പറഞ്ഞാൽ എന്താ, മറ്റുള്ള കമ്പനിയുമായിട്ട് നമ്മൾ കൂടിച്ചേരുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റീകൺസ്ട്രക്ഷൻ, അസറ്റും കാര്യങ്ങളൊക്കെ റീകൺസ്ട്രക്ഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ബൈൻഡിങ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഒക്കെ എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കമ്പനി ലോയിൽ വ്യക്തമായ രീതിയിൽ എന്തുണ്ടായിരിക്കും, പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതാണ് പറയുന്നത് റൂൾസ് റിഗാർഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റ്സുകൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വയ്ക്കുക. എന്തൊക്കെയാണ്? ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീസ്, റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഡയറക്ടർ, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അക്കൗണ്ട്സ്, ഓഡിറ്റ്, മീറ്റിംഗ്, മെർജർ, റീകൺസ്ട്രക്ഷൻ ആൻഡ് വൈൻഡിങ് അപ്പ്. ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട് ഓഫ് കമ്പനി ലോ ഇൻ ഇന്ത്യ നോക്കാം. എന്തൊക്കെയാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ലോ എന്ന് പറയുന്നത് ആദ്യം കമ്പനി ലോ വന്നിട്ടുള്ളത് 1850 ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആക്ട് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. മറക്കരുത്, എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആക്ട് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് അറിയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 1850 ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആക്ട് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫസ്റ്റ് കമ്പനി രജിസ്ട്രേഷൻ ഇൻ ഇന്ത്യ ബേസ്ഡ് ഓൺ UK ആക്ട്. അപ്പോൾ ഈ കമ്പനീസ് ആക്ട് ആണ് ആദ്യത്തെ കമ്പനി രജിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതെന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? UK ആക്ട് 1844 ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി 1913 ഇന്ത്യൻ കമ്പനീസ് ആക്ട്, അത് കഴിഞ്ഞ് 1850 കഴിഞ്ഞ് 1913 ആയപ്പോൾ എന്ത് ചെയ്തു, 1913 ആയപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് കൊണ്ടുവന്നു. കോംപ്രഹെൻസീവ് ലോ ഗവേണിംഗ് കമ്പനീസ്. ഇതൊരു കോംപ്രഹെൻസീവ് ലോ ഗവേണിംഗ് കമ്പനീസ് ആണ്. ഒരു വിശാലമായിട്ടുള്ള, കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു ലോ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞു 1956 ആയപ്പോൾ കമ്പനീസ് ആയിട്ട് 1956 വന്നു. ഇതെന്ത് ചെയ്തു, റീപ്ലേസ്ഡ് 1913 ആക്ടിനെ റീപ്ലേസ് ചെയ്തു. ഇൻട്രൊഡ്യൂസ് ദി കൺസെപ്റ്റ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം,
പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിലവിൽ വന്നത് ഏത് കമ്പനീസ് ആക്ട് പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1956 കമ്പനീസ് ആക്ട് പ്രകാരമാണ്. ഏത് കമ്പനീസ് ആക്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് 1956 വന്നത്? 1913 ഇന്ത്യൻ കമ്പനീസ് ആക്ട് എന്ത് ചെയ്തിട്ടാണ് റീപ്ലേസ് ചെയ്തിട്ടാണ് വന്നത്. ക്ലിയർ ആണല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് 2013 ലേറ്റസ്റ്റ് കമ്പനീസ് ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് 2013 ഇവിടെ മോഡേൺ ലോ അലൈൻമെന്റ് വിത്ത് ഗ്ലോബൽ പ്രാക്ടീസ് ആണ് ഇൻട്രൊഡ്യൂസ്ഡ്. CSR ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. അതായത് പുതിയ ലോ ആണ്, മോഡേൺ ലോ ആണ്. ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 2 കോൺസെപ്റ്റാണ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതാണ് CSR എന്ന് പറഞ്ഞാൽ എന്താടാ? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ദെൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒരു കമ്പനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉണ്ടായിരിക്കും ആ കമ്പനിയുടെ ഓണേഴ്സ്, കമ്പനിയുമായി നല്ല ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പുറത്തുനിന്നുള്ള ആരും ഉണ്ടാവില്ല. പക്ഷേ ഈ ലോ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ്, ദാറ്റ് മീൻസ് ആ കമ്പനിയുമായി ബന്ധമില്ലാത്ത പുറത്തുനിന്നുള്ള ആൾക്കാർ അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നാണ് ഈ കമ്പനി ലോ പറയണത്. അതാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് വേണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, 2013 കമ്പനീസ് ആക്ടിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇവിടെ അവിടെ എന്ത് വേണമെന്ന് പറഞ്ഞു? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സുകൾ വേണം എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്തത് നോക്കാം. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പനി ലോ എന്ന് പറയുന്നത്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ടു റെഗുലേറ്റ് ദി ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീസ്. ടു റെഗുലേറ്റ് ദി ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. നേരത്തെ പറഞ്ഞിരുന്നു രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീസിൽ വരുന്നത്. അതുപോലെ തന്നെ പ്രൊട്ടക്ട് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സൊക്കെ നമുക്ക് പൈസ തരുന്ന ആൾക്കാരാണല്ലോ. സോ നമ്മൾ അത് തിരിച്ചത് കൊടുക്കേണ്ടത് ഒരു കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. സോ അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടു എൻഷുർ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്. ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോർ എക്സാമ്പിൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വർഷവും നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. ഇത്ര രൂപയാണ്, ഇത്ര കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക്, അതായത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പ്രൊമോട്ട് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടു ഫെസിലിറ്റേറ്റ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. നല്ല രീതിയിൽ ബിസിനസ് സ്ഥാപനം നടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ലോ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഭാഗമാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CSRും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേട്ടോ. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ക്ലിയർ. പിന്നെ ഒരു പോയിന്റ് കൂടി, ടു പ്രിവെൻറ്റ് ഫ്രോഡ് ആൻഡ് മിസ്മാനേജ്മെൻറ്റ്. എന്തെങ്കിലും ഫ്രോഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളും മിസ്മാനേജ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ എന്തൊക്കെ പഠിച്ചുകൂടെ ഈ ഒരു ക്ലാസ്സിൽ? നിങ്ങളൊന്ന് നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ എന്താണ് കമ്പനി ലോ എന്നുള്ളത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? അതിൻ്റെ ഡെഫിനേഷൻസുകൾ നോക്കി. പിന്നെ നേച്ചർ ആൻഡ് ക്യാരക്ടേഴ്സ് ഓഫ് കമ്പനി നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെഫിനേഷൻ ഓഫ് കമ്പനീസ് ലോ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഓഫ് കമ്പനി ലോ ഇൻ ഇന്ത്യ നോക്കി. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ കമ്പനി ലോ പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ എല്ലാവരോടും പറയുന്നത് പോലെ ക്ലാസ്സെല്ലാം നല്ല രീതിയിൽ കാണുക, പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. പരീക്ഷകളൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കാണാം. ഓക്കെ.